ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന രണ്ട് സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡും അതുപോലെ തന്നെ iOSഉം. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് ആൻഡ്രോയിഡ് 10. ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ്രോയിഡിൻ്റെ കോഡ് നെയിമിംഗ് ഒഴിവാക്കിയിട്ട് ആൻഡ്രോയിഡിൻ്റെ പുതിയ വേർഷൻസിന് ഇനി മുതൽ നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും വേർഷൻസ് അറിയപ്പെടുക എന്നത്. ആൻഡ്രോയിഡ് 10 എന്ന വേർഷൻ്റെ ബീറ്റ അപ്ഡേറ്റ് ഈ മാസം ആദ്യമാണ് പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ആൻഡ്രോയിഡ് 10ന്റെ മുഴുവൻ രൂപം പുറത്തിറങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡാറ്റ പ്രൈവസി അഥവാ ഉപയോക്താക്കളുടെ വിവര സ്വകാര്യത സംബന്ധിച്ച മികച്ച അപ്ഡേഷനാണ് ആൻഡ്രോയിഡ് 10 മുന്നോട്ട് വെക്കുന്നത്. ഇതിന് അനുയോജ്യമായ യൂസർ ഇന്റർഫേസ് ഡിസൈൻ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് 10ന്റെ കൂടുതൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇനി പറയാം. അതിലെ ഫസ്റ്റ് ഫീച്ചറാണ് ഡാർക്ക് മോഡ്. iOSന്റെ 13 എന്ന വേർഷനിൽ ഡാർക്ക് മോഡ് അവതരിപ്പിക്കുന്നു എന്നൊരു ന്യൂസ് കുറച്ചു മുൻപ് പുറത്തുവിട്ടിരുന്നു. iOSന്റെ യൂസേഴ്സിന് പുറമെ ആൻഡ്രോയിഡിന്റെ യൂസേഴ്സിനും കൂടെ ഡാർക്ക് മോഡ് ഫീച്ചർ ഉപയോഗിക്കാനുള്ള സംവിധാനവും ഈ ഒരു പുതിയ വേർഷൻ ആൻഡ്രോയിഡ് 10 എന്ന വേർഷനിൽ ഒരുക്കിയിട്ടുണ്ട്. അതായത് ആൻഡ്രോയിഡ് 9 വരെ യൂസർ ഇന്റർഫേസ് വൈറ്റ് കളറിലായിരുന്നു. എന്നാൽ ആൻഡ്രോയിഡ് 10 എന്ന വേർഷനിൽ ഡാർക്ക് മോഡിലും അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് ഫോണിന്റെ ബാറ്ററി ഡ്രെയിനേജ് കുറയ്ക്കാനും ടെക്സ്റ്റ് വ്യൂയിങ് എക്സ്പീരിയൻസ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും എന്നതാണ്. ജസ്റ്റർ ബേസ്ഡ് നേവിഗേഷൻ ഉണ്ട് എന്നതാണ് പുതിയൊരു ഫീച്ചർ. അതായത് ഐഫോണുകളിലേതുപോലെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഹോം പേജിലേക്ക് പോവാം. രണ്ട് സൈഡിൽ നിന്നും സ്വൈപ്പ് ചെയ്താൽ പഴയ പേജിലേക്ക് പോകാനും പുതിയതിലേക്ക് തിരിച്ചു വരാനും സാധിക്കും. അതുപോലെ സ്ക്രീനിൽ വിരൽ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മൾട്ടി ടാസ്കിംഗ് മെനു തുറന്നു വരും. പഴയ ആൻഡ്രോയിഡ് ഫോണിന് താഴെ ഉണ്ടായിരുന്ന ആ ഒരു നേവിഗേഷൻ മെനു ഒഴിവാക്കാനായിരിക്കും ചിലപ്പോൾ ഗൂഗിൾ ഇങ്ങനെ ചെയ്യുന്നത്. മറ്റൊരു ഫീച്ചറാണ് ലൈവ് ക്യാപ്ഷൻ എന്നത്. അതായത് ഫോണിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾക്ക് ലൈവായി ക്യാപ്ഷൻ കാണിക്കുന്ന സംവിധാനം. ഷെയറിംഗ് മെനുവിലുള്ള മാറ്റമാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. ഈ ഒരു പഴയ ആൻഡ്രോയിഡ് വേർഷൻ ആണെങ്കിൽ അതിൽ ഈ ഒരു ഷെയറിംഗ് മെനു ലോഡ് ആവാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു ലേറ്റസ്റ്റ് വേർഷനിൽ ഷെയർ യൂസർ ഇന്റർഫേസ് പെട്ടെന്ന് ലോഡാകും. പ്രൈവസിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ് പഴയ വേർഷനിൽ നിന്ന് ആൻഡ്രോയിഡ് 10നെ മികച്ചതാക്കുന്ന മറ്റൊരു പ്രത്യേകത. സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് അടുത്ത ഫീച്ചർ. മുന്നേ ഉണ്ടായിരുന്ന ആൻഡ്രോയിഡ് വേർഷൻസിലൊന്നും ഈ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഫീച്ചർ ഉണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഈ ഒരു ആപ്പ്, അതായത് തേർഡ് പാർട്ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഉപയോഗിക്കണമായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഓപ്പോ അതുപോലെ ഷവോമി ഇങ്ങനെയുള്ള മറ്റേത് കമ്പനിയുടെ ഫോൺസും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഈ കസ്റ്റമൈസ്ഡ് OS ആയതുകൊണ്ട് അതിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇൻബിൽഡ് ആയിട്ട് ഉണ്ടായിരിക്കാം. ഡെസ്ക്ടോപ്പ് മോഡ് എന്ന ഫീച്ചറും ആൻഡ്രോയിഡ് 10ലുണ്ട്. അതായത് ആൻഡ്രോയിഡ് 10 പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോൺ ഒരു എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സ്ക്രീൻ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറും. QR കോഡ് വഴി വൈഫൈ ഷെയർ ചെയ്യാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതായത് വൈഫൈ പാസ്വേഡ് പറയാതെ തന്നെ ഫ്രണ്ട്സിനോ മറ്റോ നിങ്ങൾക്ക് വൈഫൈ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് 10ൽ QR കോഡ് സംവിധാനം ഉണ്ടായിരിക്കും. ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ടെക്നോളജികളിൽ ഒന്നാണ് ഫോൾഡബിൾ ഡിവൈസസ്. അത്തരം ഫോൾഡബിൾ ഡിവൈസുകൾക്ക് കൂടെ അനുയോജ്യമാകുന്ന വിധത്തിലാണ് ഈ ഒരു ആൻഡ്രോയിഡ് 10 നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.